ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലെ കമല സിനിമാസിൻ്റെ ഓണറിനെ ഇപ്പം നമ്മുടെ തലപതി വിജയ് കണ്ട് പൊന്നാടി അടിച്ചിട്ടുണ്ട്. അതിൻ്റെ റീസൺ ഗില്ലി റിലീസ് ഫസ്റ്റ് നടത്തിയത് അവിടെയാണ്. അതായത് ബുക്കിംഗ് ഫസ്റ്റ് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ അതുപോലെ അദ്ദേഹമാണ് ഈ തമിഴ്നാട്ടിൽ ഒരു റിലീസിങ് സമ്പ്രദായം ആദ്യമായിട്ട് തുടങ്ങിയത്. 3 സിനിമകൾ വാരണം 1000 നല്ല സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗില്ലി റിലീസിൻ്റെ ഭാഗമായി അതിൽ വിജയുടെ സിസ്റ്ററായിട്ട് അഭിനയിച്ച നായിക ഇപ്പോൾ തിയേറ്റർ വിസിറ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ പ്രശാന്ത് ഇപ്പോൾ സുന്ദർ സിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിൽ സുന്ദർ സി പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ പ്രശാന്തിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്തെന്നാൽ ഗോട്ട് സിനിമയുടെ സോങ്ങിൽ 3 പേരും ഒരേ സ്റ്റെപ്പാണ് കളിക്കണമെങ്കിൽ 3 പേരും അവരുടെ ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് സുന്ദർ സി പറഞ്ഞിട്ടുണ്ട്. എനിക്കും ആ ഡാൻസൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ പാട്ടാണ് ചെറുതായിട്ടൊരു ഇഷ്ടക്കുറവുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം അജ്മൽ അമീർ പുതിയ ഇൻ്റർവ്യൂവിൽ CSK പ്ലേയേഴ്സ് 3 CSK പ്ലേയേഴ്സിൻ്റെ ക്യാമിയോ ഇതിലുണ്ടെന്ന് പറയുന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ഇൻ്റർവ്യൂ അജ്മൽ അമീറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, വെങ്കട് പ്രഭു തന്നെ അതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ട് ഒരു അനൗൺസ്മെൻറ്റ് പറയുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ അജ്മൽ അമീർ വേറൊരു ഷൂട്ടിൻ്റെ ഭാഗം വേറൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാണ് ഈ പടത്തിലെ സോങ് സീക്വൻസിൻ്റെ ഷൂട്ട് വന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അജ്മൽ അമീറിന് ഇതിലങ്ങനെ വലിയ സ്റ്റെപ്സ് ഒന്നും കാണില്ല. ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടാത്ത ഒരാളായിട്ടായിരിക്കും. പിന്നെ അതുപോലെ അജ്മൽ അമീറിനെ കളിയാക്കുന്ന കുറേ സീൻസ് സിനിമയിൽ കാണും. കാരണം ഈ ഗ്യാങ്ങിലെ പ്രഭുദേവ, പ്രശാന്ത്, വിജയ് പോയിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിട്ടാണ് അജ്മൽ അമീറിൻ്റെ സിനിമയിലും കാണിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ്. പിന്നെ അടുത്ത സെക്കൻഡ് സിംഗിൾ ഒരു റൊമാൻറ്റിക് സോങ് ആയിരിക്കുമെന്ന് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതും മിക്കവാറും ജൂൺ 22 തലപതി വിജയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ആയിരിക്കും. പിന്നെ ഷൂട്ടിംഗ് ഇനി 2 ആഴ്ചയ്ക്കുള്ളിൽ ഫുള്ളായിട്ട് കഴിയും. അപ്പോൾ അടുത്ത മാസം നമുക്കൊരു വലിയ അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ.